സോ ഗൈസ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആവാൻ പോവുകയാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ടെക്നിക്കൽ കാര്യം. അതെ ഗൈസ്, ഹൗ ടു മേക്ക് എ യൂട്യൂബ് തംബ്നെയിൽ ഗൈസ്. അത് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് തംബ്നെയിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഗൈസ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആകുമ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് എങ്ങനെ നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഗൈസ്. സോ ഗൈസ് നമ്മുടെ ടെക്നിക്കൽ വീഡിയോയിൽ നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് പിന്നെ ലൈക്കും ചെയ്തു ഗൈസ്. സോ ഗൈസ് നമുക്ക് എന്താ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഫസ്റ്റിൽ നിങ്ങൾ ഒരു യൂട്യൂബർ ആണ്, നിങ്ങളത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ പ്രൊഫൈലായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ഇതിൽ നിങ്ങൾക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. അതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് തംബ്നെയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. അതിനായിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ എടുക്കുക ഗൈസ്. നിങ്ങൾ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ തംബ്നെയിൽ ക്രിയേറ്റർ ക്യാൻവ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കണം ഗൈസ്. തംബ്നെയിൽ ക്രിയേറ്റർ ക്യാൻവ ഗൈസ്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാൻവ എന്ന വെബ്സൈറ്റ് കൂടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ വരും ഗൈസ്. അത് നമുക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഗൈസ്. സോ ഗൈസ് ഇതാണോന്ന് ചോദിച്ചപ്പോൾ നോക്കുക ഗൈസ്. ഇപ്പം ഗൈസ് ഇത് നിങ്ങൾക്ക് തംബ്നെയിൽ ക്രിയേറ്റ് നിങ്ങൾ ആ സെർച്ച് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആദ്യമേ ഒരു ഓപ്ഷൻ വരുമല്ലോ ഗൈസ്. ആദ്യമേ ഒരു ലിങ്ക് തന്നെ ഈ ഓപ്ഷൻ ക്രിയേറ്റ് ആൻ യൂട്യൂബ് തംബ്നെയിൽ ഫോർ യുവർ വീഡിയോ. ഗൈസ് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ ഫസ്റ്റ് ലിങ്കിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് ഗൈസ് കണ്ടോളൂ ഗൈസ്. ഇതിൽ നിങ്ങൾക്ക് ഫോണിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴായിരിക്കും ഈ ഓപ്ഷൻ കാണുന്നത്, സ്റ്റാർട്ട് ഡിസൈനിങ് എ യൂട്യൂബ് തംബ്നെയിൽ. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യണം ഗൈസ്, സ്റ്റാർട്ട് ഡിസൈനിങ് എ യൂട്യൂബ് തംബ്നെയിൽ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, അപ്ലോഡ്, ഡ്രോ ആപ്സ് കാണും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യമേ ഓപ്പൺ ചെയ്യുമ്പോഴേ നിങ്ങൾ നെക്സ്റ്റ് ഇതൊക്കെ കൊടുക്കണം. സ്റ്റാർട്ട് വിത്ത് എ ടെംപ്ലേറ്റ്. സോ ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. പക്ഷേ രണ്ടും ഒന്നും തന്നെ ഗൈസ്, ലാപ്ടോപ്പിലും ഫോണിലും. നിങ്ങൾക്ക് ഇത് ആപ്പ് സ്റ്റോറിലും കിട്ടും ഗൈസ്. ഇത് നിങ്ങൾക്ക് ആപ്പായിട്ട് ഗൈസ്. ഇതിപ്പം നമ്മുടെ അക്കൗണ്ട് ചോദിക്കുവാണ് ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പം കോപ്പി ലിങ്ക് വേണ്ട ഗൈസ്. അത് ഓൾറെഡി എൻ്റെ അക്കൗണ്ട് വെരിഫൈ ആയി. നിങ്ങളിവിടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗൈസ് നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന് നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ഇപ്പോൾ ഈ സൈഡ് കാണുന്നുണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കുറേ തംബ്നെയിലായിരിക്കും നിങ്ങൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ കുറേ ഈ കണ്ട റിയാക്ഷൻ കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ കുറേ തംബ്നെയിലൊക്കെ ആയിരിക്കും കുറേ യൂട്യൂബേഴ്സ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഗൈസ് ഇവിടെ നിങ്ങളുടെ പ്രോ ആണെങ്കിൽ ഈ പ്രോ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നത്, ബാക്കിയെല്ലാം ഫ്രീ ആണ് ഗൈസ്, മിക്കതും ഫ്രീ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾക്ക് ഇതേ കണക്കത്തെ പ്രോ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അട്രാക്റ്റീവ് തംബ്നെയിൽ കണ്ടോളൂ ഗൈസ്. ഇതേ കണക്കത്തെ കുറേ നമുക്ക് തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഈ കിരീടം കണക്കുള്ള പ്രോ അല്ലാത്തത് ഇവിടെ ഇത് കാണാത്ത ഏതെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യണം ഗൈസ്. അപ്പം ഞാനിത് ഞാൻ സെലക്ട് ചെയ്യുക ഗൈസ്, എപ്പിക് ഗെയിമിംഗ് ബാറ്റിൽസ്. സോ ഗൈസ് ഞാനിതിപ്പോൾ സെലക്ട് ചെയ്തു ഗൈസ്. നമ്മൾ ഇവിടുത്തെ ഈ ഇൻ്റർഫേസ് വരും ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഇതൊക്കെ കാണും. ഇവിടെ നിങ്ങൾ ഈ കോളം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതൊക്കെ ഇങ്ങ് ഡിലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതൊരു മനുഷ്യൻ്റെ റിയാക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ മൗസിലാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ മേലോട്ട് പോകുമ്പോൾ ഡിലീറ്റ് കാണുന്നുണ്ടായിരിക്കും. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യണം. അല്ലാതെ ഫോണിലാണെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിലീറ്റ് കാണും ഗൈസ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ഞാനിപ്പം നിങ്ങൾക്കിപ്പോൾ ആ ഈ ഫോട്ടോ മാറ്റണമെങ്കിൽ നിങ്ങളിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിലീറ്റ് കൊടുക്കുമ്പോൾ ഈ ഫോട്ടോ ഡിലീറ്റ് ആവും. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ഡിലീറ്റ് ആക്കണം, നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാം ഗൈസ്. ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്കിപ്പം ഇതിപ്പം ഫോട്ടോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കുറേ ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ഡിസൈൻ, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ബ്രാൻഡ്, അപ്ലോഡ്. ഇതിൽ നിങ്ങൾക്ക് അപ്ലോഡ് കാണുന്നുണ്ടായിരിക്കും. ചിലവർക്ക് ഇമാജിൻ കാണും. അത് ഈ അപ്ലോഡ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്ലോഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ഫയൽ കാണുന്നുണ്ടായിരിക്കും. അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യണം ഗൈസ്. ഇപ്പം നിങ്ങളിപ്പം ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ ഫയൽ മാനേജറിലോട്ട് പോകും. അല്ലാതെ നിങ്ങളിപ്പം ഫോണിലാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഈ മറ്റേ ഡോക്യുമെൻറ്റ്സ് പിന്നെ ആൽബം കാണാം. അതിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യണം. ഇത് ഐ തിങ്ക് ഇത് ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ
ഇവിടെ നിങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോൾ കൺട്രോൾ ഗൈസ് എൻ്റെ റിയാക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കും, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾ ഫോട്ടോ ഇല്ലേ ഇവിടെ വരും, എന്നിട്ട് നിങ്ങൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യണം ഗൈസ്. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോട്ടോ ഈ പടത്തിൽ വരും ഗൈസ്. എന്നിട്ട് നിങ്ങൾ ഇത് മാക്സിമം കൺട്രോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇങ്ങോട്ടാക്കാം ഗൈസ്. കൺട്രോൾ ഗൈസ് ഇപ്പോൾ നല്ലൊരു തമ്മിലായി ഗൈസ്, ഒരു പ്രോ കണക്കായി, ഏകദേശം ഒരു പ്രോ കണക്കായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് റിയാക്ഷൻ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ചരിക്കാം ഗൈസ്. കാരണം ഇങ്ങനെ ചരിക്കാം ഗൈസ്. ഇതിന് നിങ്ങൾക്ക് ഇത് ചെറുതാക്കാം ഗൈസ്, ഇത് ചെറുതാക്കാം. ഇത് നിങ്ങൾക്ക് പൊസിഷൻ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ച് നിങ്ങൾക്ക് ഇവിടെ മാറ്റാം. ഇപ്പോൾ ഗൈസ് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനി നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു റിയാക്ഷൻ നിങ്ങളെ സൈഡിൽ വരും. ഇപ്പോൾ കണ്ടോളൂ ഗൈസ്. ഇപ്പം ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നിങ്ങളെ ഫോട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഞാനിപ്പം ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഈ പേര് മാറ്റണമെങ്കിൽ നിങ്ങൾക്കിവിടെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഇവിടെ മാജിക് റൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യല്ലേ ഗൈസ്. മാജിക് ക്ലിക്ക് ചെയ്യുക, അത് പ്രോയും കണ്ട ഗൈസ്. അവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ടെക്സ്റ്റ് കാണുന്നുണ്ടായിരിക്കും, സൈഡിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം ഗൈസ്. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഇല്ലേ ഗൈസ്, ഇവിടെ ഈ പിക്ചറിൻ്റെ ഇവിടെ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നിങ്ങൾ അതങ്ങ് മൊത്തത്തിൽ അതങ്ങ് റിമൂവ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾ ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ് കീബോർഡിൽ. നിങ്ങളിവിടെ ടെക്സ്റ്റ് കാണുന്നുണ്ടായിരിക്കും സൈഡിൽ, എന്നിട്ട് നിങ്ങളിവിടെ ആഡ് എ ഹെഡിങ് കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് നോർമൽ എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങാണ്. താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഇതൊക്കെ കാണും ഗൈസ്, റോക്ക്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോയാണ്. കണ്ടുള്ള ഗൈസ് ഫാമിലി ട്രീ, ടൈം ഫോർ ബഞ്ച്, പിന്നെ കണ്ടുള്ള ഗൈസ്. ഇപ്പം ഞാനിപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്ത് കാണിക്കുക. ഇപ്പം നിങ്ങൾ ആഡ് ഹെഡിങ് കൊടുത്താൽ നിങ്ങൾക്കിപ്പം നോർമൽ ഹെഡിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആഡ് ഹെഡിങ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് ഹെഡിങ് വരും, അത് നിങ്ങളങ്ങ് റിമൂവ് ചെയ്യണം ഗൈസ്. എന്ന് പറഞ്ഞാൽ അതങ്ങ് റിമൂവ് ചെയ്യണം. ആഡ് ഹെഡിങ് ഇവിടെ അങ്ങ് റിമൂവ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ പേര് തന്നെ അടിക്കാം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. JISHN എന്നുള്ള ഗൈസ്. ഇപ്പം ഞാൻ ഇത് വലുതാക്കി കാണിച്ചു തരാം. നോക്കൂ ഗൈസ്. ഇപ്പം ഇനി നമുക്കിനി ഇതണക്ക് മാറ്റി ചെയ്യാം ഗൈസ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. എന്നുള്ള ഗൈസ് എൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. നോക്കൂ ഗൈസ്. ഇപ്പം ഇപ്പോൾ ഏകദേശം ഒരു പ്രോയുടെ ഒരു ഇതായിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട് കോമ്പിനേഷൻ കാണുന്നുണ്ട്. ഈ ഫ്രണ്ട് കോമ്പിനേഷൻ ഇതേ കണക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഡിലീറ്റ് ആക്കുവാണ്. നിങ്ങൾക്ക് ഇവിടെ കുറേ ബ്രാൻഡ് കാണുന്നുണ്ടായിരിക്കും. ഇത് കണക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എക്സാമ്പിളിന് ഞാൻ ഗൈസ് ഇത് ഞാൻ ബിഗ് ആൻഡ് ഇത് സെലക്ട് ചെയ്യുവാണ്. ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യണം എക്സാമ്പിളിന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഗൈസ്. ഇതാണ് സെലക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇതിന് നിങ്ങൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യണം ഗൈസ്. ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇതങ്ങ് സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു പേരൊന്ന് അടിക്കുക. ഗൈസ്. ഓക്കെ ഗൈസ്. ഇപ്പം പിന്നെ ഗൈസ് ഇനി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, ജിഷ്ണു. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് ഇപ്പം നിങ്ങൾക്കിപ്പം ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഇതാണ് വന്നത് ഓൾറെഡി. ഇപ്പം ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ നിങ്ങൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഇതുള്ള ഗൈസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഗൈസ്. കാരണം മേളത്തെന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എക്സാമ്പിളിൽ നിങ്ങൾക്ക്. ഇപ്പം ഞാൻ മേളത്തെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വേറെ അതാണ് നിങ്ങൾക്ക് മറ്റേതായിട്ട് തോന്നിയത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കൺട്രോൾ ഗൈസ്. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ അടിച്ച് കാണിക്കാം. JISHN ഗൈസ് എൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നീട്ടണമെങ്കിൽ ഇങ്ങനെ നീട്ടാം. നിങ്ങൾ ഒരു പേര് തന്നെ വരണമെങ്കിൽ ഇതിപ്പം സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെറുതാക്കാം. കൺട്രോൾ ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇതേ കണക്ക് നിങ്ങൾക്ക് 3D ടെക്സ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഗൈസ്. അപ്പം ഗൈസ് ഇനിയും നിങ്ങൾക്ക് അടുത്ത ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾക്ക് സൈഡിൽ ഇനി നിങ്ങൾക്ക് എലമെൻറ്റ്സ് കാണുന്നുണ്ടായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് അല്ലാത്ത കുറേ ഐക്കൺ ഒക്കെ കാണുമല്ലോ ഗൈസ്. ഐക്കൺ കാരണം ഇത് ഞാൻ ഓൾറെഡി കുറേ യൂസ് ചെയ്തിറങ്ങണം. കൂടുതലും പ്രോയാ ഗൈസ് ഇത്. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സ് കാണാം, പിന്നെ ഓഡിയോ അതൊക്കെ പ്രോയാ. പിന്നെ ഇവിടുത്തെ നിങ്ങൾക്ക് ഫോട്ടോസ് കണ്ടോളൂ ഗൈസ്. പിന്നെ കണ്ടോളൂ ഗൈസ്. ഇതിപ്പം സ്റ്റിക്കേഴ്സ് കണ്ടോ, സ്റ്റിക്കേഴ്സ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ആരോ, പിന്നെ എന്തെങ്കിലും ഐക്കൺ, എന്തെങ്കിലും യൂട്യൂബിന് എന്തെങ്കിലും ഒരു ഐക്കൺ. അപ്പം ഞാൻ ഇത് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോളൂ ഗൈസ്.
ഇപ്പം ഞാൻ ഇത് മാറ്റി നമുക്ക് ഗൈസ് ഇതിപ്പോൾ ഒരു വീഡിയോ കണക്കായിപ്പോയി സ്റ്റിക്കർ. പക്ഷേ ഇത് നമ്മൾ ഡിലീറ്റ് ആക്കുവാണ്. നമ്മളിപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു, ഇത് ഗ്രാഫിക്സാണ്. നമുക്ക് ഗൈസ് ഇതിപ്പോൾ ഒരു സ്റ്റിക്കറായി. നമുക്ക് ഗൈസ് ഇതൊരു സ്റ്റിക്കറാണ്. ഇതാണ് എലമെൻറ്റ്സ് എന്ന സംഗതി. ഇനി ഞാൻ നിങ്ങൾ അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തംബ്നെയിലിനും വല്ല ആവശ്യമില്ല. കാരണം ഈ കൺട്രോൾ വോയിസ് ഇത് മൊത്തം പ്രോ ആയത്. കാരണം അപ്ഗ്രേഡ് ടു ആഡ് ബ്രാൻഡ് വോയിസ് എന്ന് പറഞ്ഞാൽ പുതിയ ഗ്രാഫിക്സും അതും ഇതൊക്കെ വരാൻ പ്രോ എടുക്കുന്ന കാര്യമാണ്. പിന്നെ അപ്ലോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇനി ഡ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ഇതൊക്കെ ഗൈസ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. സ്കെച്ച് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ബ്ലൂ ആണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം ഗൈസ്. അപ്പം ഞാനൊരു എൻ്റെ പേര് തന്നെ വരയ്ക്കാം ഗൈസ്. പാടാക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ സൈൻ എന്തെങ്കിലും കിട്ടും. ഇത് ഇറേസറാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഐ തിങ്ക് ഇത് വേറെ ഇതെന്ന് പറഞ്ഞാൽ കോളമാണ് ഗൈസ്, കോളം. എന്നിട്ട് ഇതോടെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് വരയ്ക്കാം ഗൈസ്. കൺട്രോള് അതാണ് ഡ്രോ എന്ന സംഗതി. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിലും ഇത് ഇറേസറാണ് ഗൈസ്. ഇനി ഞാൻ നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞാൽ പ്രോജക്റ്റാണ്. പ്രോജക്റ്റിനും തംബ്നെയിൽ വലിയ ആവശ്യമില്ല. ഇത് നമ്മളെ പ്രോജക്റ്റ് എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്ന സംഗതിയാണ് പ്രോജക്റ്റ്. അത് വലിയ ഇതില്ല. പിന്നെ ആപ്സും വലിയ ഇതില്ലാത്ത തംബ്നെയിലിന് എന്ന് പറഞ്ഞാൽ പോപ്പുലർ QR കോഡ് ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഐ തിങ്ക് ഇത് ഓരോത്തിൻ്റെ ഈ ഐക്കണാണെന്ന് തോന്നുന്നു. എനിക്ക് എലമെൻറ്റ്സിൽ കണ്ടാണ് നോക്കാം നമുക്ക്. പിന്നെ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഐ തിങ്ക് ജനറേറ്റ് കസ്റ്റം QR കോഡ് ഫ്രീ ഫോർ പ്രിൻറ്റിങ് ആൻഡ് ഷെയറിങ് ഗൈസ്. ഇത് വേറെ കണ്ട, പക്ഷേ തംബ്നെയിലേ ആവശ്യമില്ല ഗൈസ്. കണ്ടുള്ള ഇപ്പോൾ ഇൻ്റർഫേസ് കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരു QR കോഡ് എന്നെങ്കിലും ഉണ്ടാക്കുന്ന സാധനമാണിത്. പിന്നെ ഡിസൈൻ നിങ്ങൾക്കറിയായിരിക്കും ഇങ്ങനത്തെ ഇതൊക്കെ. ഇതിൽ തന്നെ ഗൈസ് ക്യാൻവയിൽ നമുക്ക് തംബ്നെയിൽ മാത്രമല്ല, നമുക്ക് ഇത് കണക്കത്തെ പുതിയ കാര്യങ്ങൾ നമുക്കെല്ലാം ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഇപ്പോൾ വേറെ ഒരു ടെംപ്ലേറ്റ് ഇട്ട് കാണിക്കാം. ഇതെല്ലാം ഇങ്ങ് ഡിലീറ്റ് ആക്കാം ഗൈസ്. ഇത് മൊത്തത്തിൽ ഇങ്ങ് ഡിലീറ്റ് ആക്കാം ഗൈസ്. ഇതിപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കൂ ഗൈസ്. ഇത് കണക്കത്തെ തംബ്നെയിലൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾ ഇത് നിങ്ങളെ തംബ്നെയിലാക്കുന്നെങ്കിൽ ഈ റൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി ഗൈസ്. ഇപ്പോൾ ഒരു പ്രോ കണക്കായിട്ടുണ്ട് പ്രോ കണക്കായിട്ടുണ്ട് നമ്മളെ ഇപ്പം ഒരിത് ലൈവ് നൗ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ലൈവ് സ്ട്രീമിങ് ചെയ്യുന്നെങ്കിൽ ലൈവ് നൗ മിഡ് നൈറ്റ് ഗെയിമിംഗ് ലൈവ് സ്ട്രീമിങ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇതങ്ങ് ചേഞ്ച് ചെയ്തിട്ട് ലൈവ് നൗ മിഡ് നൈറ്റ് ഗെയിമിംഗ് അവിടെ നിങ്ങളെ പേരങ്ങ് അടിച്ചിട്ട് ലൈവ് സ്ട്രീമിങ് അവിടെ കിടന്നാൽ മതി ഗൈസ്. എന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളെ പേരങ്ങ് അടിക്കണം ഗൈസ്. ഇപ്പം ഞാൻ ഇതും അങ്ങ് ഡിലീറ്റ് ആക്കാം ഗൈസ്. ഇപ്പം നോക്കൂ ഗൈസ്, ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കണക്കത്തെ ഇതൊക്കെ ട്രൈ ചെയ്യാം. ഹൈപ്പർ ഗെയിമിംഗ്. പക്ഷേ ഇപ്പം അതങ്ങ് പോയോണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. അപ്പോൾ ഗൈസ് ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കൂ ഉണ്ടല്ലോ ഗൈസ്. ഇപ്പം നിങ്ങളെ ചാനലിൻ്റെ പേരും അങ്ങ് അടിച്ചിട്ട് ഇവിടെ അങ്ങ് റെഡിയാക്കിയാൽ മതി. നോക്കൂ ഗൈസ്, നോക്കൂ ഇപ്പോൾ കറക്റ്റ് പൊസിഷൻ ആയിരുന്നു. ലൈവ് നൗ ബിഗൻ ഗൈസ്. എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ് സ്ട്രീം. ഇവിടെ നിങ്ങളെ ഫോട്ടോ അങ്ങ് മാറ്റാം ഗൈസ്. നിങ്ങൾക്ക് ഫോട്ടോ ഇഷ്ടമുള്ള ആക്കാം. ഡിലീറ്റ് ഇമേജ് കൊടുത്താൽ നിങ്ങളെ ഫോട്ടോ ഇവിടെ കൊടുക്കാം ഗൈസ്. ഇവിടെ നിങ്ങളെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ നിങ്ങളിവിടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. മോർ കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അതിനെക്കാട്ടിയും വേണം ഗൈസ്. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ട് അപ്ലോഡ് പോയിട്ട് നിങ്ങളെ ഫോട്ടോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അപ്ലോഡ് ഫയലിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ള ഫോട്ടോ. ഇപ്പം ഞാൻ മുമ്പേത്തെ ഫോട്ടോ തന്നെ എടുക്കുക. നോക്കൂ ഗൈസ്, അപ്പോൾ ഇത് തന്നെ എടുത്തു. എന്നിട്ട് ഇത് നിങ്ങൾക്ക് റൗണ്ട് ഇവിടെ ഇങ്ങനെ ആക്കി. ഇപ്പോൾ കൺട്രോൾ ഗൈസ് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു റിയാക്ഷനും ഇതിട്ടിട്ട് പിന്നെ ഇതാണ് ഗൈസ് ലൈവിൻ്റെ ഒരു തംബ്നെയിലും ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാണ് ഗൈസ് പ്രോ. നമുക്ക് ക്യാൻവയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. നോക്കൂ ഗൈസ്, ഇപ്പോൾ ഞാൻ ഈ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു ഗൈസ്. ഇനി ഇത് നിങ്ങൾ സേവ് ചെയ്യും ഗൈസ്. അതിനായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ഗൈസ്. മേളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾ അല്ലെങ്കിലും കാണും. ഷെയർ ഓപ്ഷൻ. ഈ ഷെയർ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഗൈസ്. ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മേലോട്ട് പോകുമ്പോൾ ഗൈസ് ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണും. ഡൗൺലോഡ് എന്ന ഇവിടെ നിങ്ങൾ വേറെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ഗൈസ്. ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണും. ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യണം. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ വരും. ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യണം. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ
പടം ഇപ്പം ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഗൈസ് ഇതൊന്ന് ലോഡിങ് ആകുമ്പോഴത്തേക്കും ഇത് പി സിയിലാണെങ്കിൽ ഇതിങ്ങനെ ലോഡിങ് കാണിക്കും, അല്ലാതെ നമ്മൾ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേ ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ട്. ഗൈസ് എൻ്റെ ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ടായി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്. നോക്കൂ ഗൈസ്, ഇപ്പം ഫോട്ടോ വന്നിട്ടുണ്ട് ഇന്നെടുത്ത്. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം, കാരണം ഇപ്പം താമസം എടുക്കും, കാരണം ഒന്ന് ഹാങ് ആയിരിക്കുമല്ലോ ആ പി സി അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ് ഇപ്പം എൻ്റെ വന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങളെ തമ്മിൽ ക്വാളിറ്റി 720 ആയിരിക്കും, പക്ഷേ നല്ല ക്വാളിറ്റി ഗൈസ് തമ്മിൽ ഇടാൻ. ഉള്ള ഗൈസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത തമ്മിലാണ്. നോക്കൂ ഗൈസ്, ഉള്ള ഗൈസ് ലൈവ് നൗ എല്ലാം വന്നിട്ടുണ്ട്. ഹൈപ്പർ ഗെയിമിംഗ്, ലൈവ് സ്ട്രീമിംഗ്, ഇതേണൊക്കെ നിങ്ങൾക്ക് ലൈവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൊടുക്കാം ഗൈസ്. നമ്മുടെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് ബെസ്റ്റ് വേ ആണ് ഗൈസ് ഇത്, കാരണം നല്ല ക്വാളിറ്റിയാണ് ഗൈസ്. 720 ഞാൻ വീഡിയോയിൽ പറഞ്ഞെങ്കിലും, പക്ഷെ നിങ്ങൾ തമ്മിൽ ഇടുമ്പോൾ നല്ലൊരു വർക്കിംഗ് ട്രിക്കാണ് ഗൈസ്. അത് മാത്രമല്ല ഈ വർക്കിംഗ് ട്രിക്ക് നിങ്ങൾക്ക് മൊബൈലിലും യൂസ് ചെയ്യാം ഗൈസ്. ഈ പറഞ്ഞ രീതി തന്നെ ഗൈസ് നിങ്ങൾക്ക് മൊബൈലിലും യൂസ് ചെയ്യാം ഗൈസ്. ഒരു മാറ്റമില്ല ഗൈസ്, നിങ്ങൾക്ക് ഇതേ വഴി തന്നെ മൊബൈലിലും യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വീഡിയോ വന്നുകൊണ്ടിരിക്കും ഗൈസ്. കൂടാതെ ഗൈസ് ഹൈപ്പർ ഗെയിമിംഗ് 2.0 സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കൂടാതെ മാത്രമല്ല ഗൈസ് നമ്മുടെ ചാനലിൽ പുതിയ കണ്ടന്റും കൂടി ഇനി വരും. ഗൈസ് റിയാക്ഷൻ മാത്രമല്ല, റിയാക്ഷനും വരും, ഇനി ടെക്നിക്കലും വരും, പിന്നെ റിവ്യൂവും കൂടെ വരും ഗൈസ്. അതേ ഗൈസ് റിവ്യൂവും കൂടെ വരും. ഇനി നമ്മുടെ ചാനലിൽ ഇനി റിവ്യൂ കൂടെ വരും, സിനിമയുടെ റിവ്യൂ അതും ഇതൊക്കെ വരും ഇനി. അതുകൊണ്ട് ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ വീഡിയോ. സോ ബൈ ബൈ.